ലാബ് മാനുവൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പേജിലേക്ക് പോവുക. ആദ്യം അതിൽ ലാബ് മാനുവൽ ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഡീഫോൾട്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാനൊരു ഡമ്മി യൂസറാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ വന്ന് ലാൻഡ് ചെയ്യുന്ന പേജ്. ഇതിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫാക്കൽറ്റീസ് അപ്ലോഡ് ചെയ്ത മാനുവൽസ് ഒക്കെ ബൈ സെമിസ്റ്റർ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 5th സെമിസ്റ്ററിലെ മാനുവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാനുവൽ കാണാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതായത് സ്റ്റുഡൻസ് ഡീഫോൾട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. കറണ്ട് പാസ്വേഡ്, അതായത് നിങ്ങളുടെ ഡീഫോൾട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, പാസ്വേഡ് മാറിക്കഴിഞ്ഞു. ഒന്ന് ലോഗ് ഔട്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്റ്റുഡൻസിന് ഇവിടെയുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാബ് മാനുവൽ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ഓപ്ഷൻ ഡയറക്റ്റ് ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണണം, മാനുവൽ കാണണം ഓൺ ദ നെക്സ്റ്റ് ടാബ്, അങ്ങനെയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മാനുവൽ കാണുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് മെയിൻ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഇത് ആരൊക്കെയാണ് അപ്ലോഡ് ചെയ്തത്, ഏത് ഫാക്കൽറ്റിയാണ് അപ്ലോഡ് ചെയ്തതെന്നൊക്കെ ഇവിടെ എഴുതി വരും. ഫർദർ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ അതായത് ഫാക്കൽറ്റിയോട് ചോദിക്കാവുന്നതാണ്.